നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ തന്ത്രവുമായി ബി.ജെ.പി. സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള നേതാക്കൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതേ മണ്ഡലങ്ങളുടെ ചുമതല നൽകാൻ തീരുമാനം. പ്രമുഖ നേതാക്കൾക്ക് 2 വീതം മണ്ഡലങ്ങൾ വീതിച്ചു നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് താഴെത്തട്ടിൽ വരെ ബന്ധമുണ്ടാക്കാൻ ഉപകരിക്കും. 22-ന് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. CPM-ൽ കത്ത് ചോർച്ചാ വിവാദം കത്തുന്നു. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ പരാതി കിട്ടിയിട്ടും CPM ഗൗരവമായി എടുത്തില്ല. ഷാക്ഷാത് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയത് 2024 മെയ്യിൽ. 1 വർഷത്തിനപ്പുറം മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കിയത് പരാതി മറച്ചുവെച്ച്. രാജേഷ് കൃഷ്ണയ്ക്കെതിരെ 2022-ൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുത്തില്ലെന്ന് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് 2025-ലെ മധുര പാർട്ടി കോൺഗ്രസിൽ രാജേഷ് കൃഷ്ണയെ പ്രതിനിധിയാക്കി. ഇതറിഞ്ഞാണ് 2022-ലെ അതേ പരാതി വീണ്ടും നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതെന്നും ഷർഷാദ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. ക്രൈസ്തവ സഭകൾക്കെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല. ഇന്ത്യയിലെമ്പാടും നടക്കുന്ന നിർബന്ധിത മതപരിവർത്തനത്തിന് ചരട് വലിക്കുന്നത് കേരളത്തിലെ സഭകളെന്ന ആരോപണം. തൊഴിൽ കടത്തിന്റെ പേരിൽ സഭകൾ തട്ടിക്കുന്ന പണത്തിന്റെ അളവ് അന്വേഷിക്കണമെന്നും ശശികല. തെളിവുകൾ കയ്യിലുണ്ടെന്നും ശശികല ന്യൂസ് 18 Q18-ൽ. CPM-നെതിരെ ഉയരുന്നത് അൽപായുസ് മാത്രമുള്ള വിവാദങ്ങളെന്ന് P. ജയരാജൻ. കത്ത് വിവാദം അത്തരത്തിലൊന്നാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന് പറഞ്ഞ വലതുപക്ഷ മാധ്യമങ്ങളാണ് വിവാദത്തിന് പിന്നിലെന്നും ജയരാജൻ. BJP ന്യൂനപക്ഷ പ്രീണനത്തിന് നടക്കരുതെന്ന പരോക്ഷ വിമർശനവുമായി KP ശശികല. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും നോക്കി ജനങ്ങളെ വേർതിരിക്കാൻ നടക്കരുത്. ആരെയെങ്കിലും സോപ്പിട്ട് വോട്ട് കിട്ടാൻ നോക്കരുത്. ശരിയോ തെറ്റോ അറിയാതെ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ ഓടാൻ എല്ലാവരും ഉണ്ടായി. എന്നാൽ ശബരിമല പ്രക്ഷോഭകാലത്ത് തനിക്കെതിരെ കള്ളക്കേസെടുത്തപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും അനങ്ങിയില്ലെന്നും ശശികല Q18-ൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ സഹോദരങ്ങളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും പനി ലക്ഷണം. ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. മലിനജലത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ജലാശയങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യാൻ നടപടി. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. എറണാകുളം മുതൽ കോഴിക്കോട് വരെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യത. കനത്ത മഴയിൽ ഇടുക്കിയിലെ വിവിധ ഡാമുകളിലേക്കുള്ള നീരൊഴുക്കിൽ വൻ വർധന. മാട്ടുപ്പെട്ടി, കല്ലാർകൂട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ റെഡ് അലർട്ട്. ജലനിരപ്പ് ഉയർന്നത് വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെ. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ കൂടുതൽ ഡാമുകളും പരമാവധി സംഭരണ ശേഷിയിലേക്കെത്തും. മഹാരാഷ്ട്രയിൽ മഴ അതിശക്തം. മുംബൈ നഗരത്തിൽ കഴിഞ്ഞ രാത്രി കിട്ടിയത് 200 മില്ലിമീറ്റർ മഴ. മറാഠ്വാഡ മേഖലയിൽ 5 ദിവസത്തിനിടെ 6 പേർ മരിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 21 വരെ ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തൃക്കാക്കര പോലീസ് കോടതിയിൽ വിശദീകരണം നൽകും. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് യുവതി. വേടനെതിരായ കൂടുതൽ പരാതികൾ. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. കേസെടുത്തത് ബോഡി ബിൽഡിംഗ് സെന്ററിലെ മോഷണത്തിന്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചെന്ന് പരാതി. മോഷ്ടിച്ചതല്ല തന്റെ ജിമ്മെന്ന് ജിൻഡോ. നടത്തിപ്പുകാർ കരാർ ലംഘിച്ചെന്നും ജിൻഡോയുടെ വിശദീകരണം. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിലും വെടിനിർത്തൽ ധാരണയില്ല. ചർച്ചയ്ക്കിടെ പുടിനുമായി സംസാരിച്ച ട്രംപ് യുക്രൈന്റെ ഭാവി സുരക്ഷയ്ക്ക് ഉറപ്പുകൾ നൽകി. പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച 2 ആഴ്ചയ്ക്കകം. ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കും. ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. തുഷാർ ഗാന്ധി, ശാസ്ത്രജ്ഞൻ അണ്ണാ ദുരൈ എന്നിവരും പരിഗണനയിൽ. വോട്ട് ചോരി വിഷയത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഇംപീച്ച്മെന്റ് സാധ്യത തേടി പ്രതിപക്ഷം. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്ര 3-ാം ദിവസം. ഇന്ത്യ ചൈന നിർണായക ചർച്ചകൾ ഇന്ന്. ചൈനീസ് വിദേശമന്ത്രി വാങ് യിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുമായും ചർച്ചയുണ്ടായി. ബഹിരാകാശ യാത്രയിലുണ്ടായ അനുഭവങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പങ്കുവച്ച് ശുഭാംശു ശുക്ല.
സീറോ ഗ്രാവിറ്റിയിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിശദീകരിച്ചു. ആക്സിയം 4 ദൗത്യത്തിന്റെ പഠന വിവരങ്ങൾ രാജ്യത്തിന്റെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഊർജം പകരുമെന്ന് ശുഭാംശു. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനും ബഹിരാകാശ നിലയ നിർമ്മാണത്തിനും ശുഭാംശു ശുക്ലയുടെ അനുഭവങ്ങൾ നിർണായകമെന്ന് നരേന്ദ്രമോദി. ഹമാസിന്റെ വെടിനിർത്തലിനോട് ഇസ്രായേലിന്റെ പ്രതികരണം എന്താവും? നെതന്യാഹുവിന്റെ തീരുമാനം കാത്ത് ലോകരാജ്യങ്ങൾ. ഖത്തർ, ഈജിപ്ത് മധ്യസ്ഥ ചർച്ചയിൽ ഹമാസ് സമ്മതിച്ചത് 60 ദിവസത്തെ വെടിനിർത്തൽ. 2 ഘട്ടമായി മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന് ഹമാസ്.